ഗൗത രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ടി വിയിലെ ന്യൂസ് ശ്രദ്ധിച്ച്. ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നോവലിനുള്ള അവാർഡ് വേദിക മേനോന്റെ പെയ്തൊഴിയാത്ത മേഘം എന്ന നോവലിന്. അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ, ഗൗത രാധാദേവിയെ വിളിച്ചു. എന്താടാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? മകനെ ശകാരിച്ചുകൊണ്ടവർ ഹാളിലേക്ക് വന്നു. വേദിയൊക്കെ കേരള സാഹിത്യ അക്കാദമി അവർ കിട്ടിയിരിക്കുന്നു. ആണോ? എനിക്ക് അവളിന്ന് കാണണം മോനെ, അവർ ഗൗതമിനോട് പറഞ്ഞു. പക്ഷെ ഗൗതം മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മയും നോക്കുക മാത്രം ചെയ്തിട്ട് കാറിൽ കയറി. കമ്മീഷണർ ഓഫീസിലേക്കുള്ള യാത്രയിൽ ഗൗതം തന്റെ ഭൂതകാലത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോയി. അവൾ വേദിക, തന്റെ പ്രിയപ്പെട്ടവൾ, ഉണ്ണിയേട്ട എന്ന് വിളിച്ച് തന്റെ കൈ പിടിച്ച് നടന്നവൾ. ഗൗതമിന്റെ അമ്മാവന്റെ മകളായിരുന്നു വേദിക. ഗൗതമിന് 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ ഗൗതം വളർന്ന് തറവാട്ടിൽ അമ്മാവനോടൊപ്പമായിരുന്നു. വേദിക അവന്റെ കളിക്കൂട്ടുകാരിയും. വളർന്നു വന്നപ്പോൾ കൂട്ടുകാരിൽ നിന്നും പ്രണയിനിയിലേക്കുള്ള സ്ഥാനക്കയറ്റം അവൻ അവൾക്ക് നൽകി. ഗൗതമിനേക്കാൾ 3 വയസ്സിന് ഇളയതായിരുന്നു അവൾ. അവരുടെ ബന്ധത്തെ അമ്മാവൻ എതിർത്തു. അങ്ങനെ വേദികക്ക് മറ്റാലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ അമ്മാവനും അനന്തരവളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. അവസാനം ഗൗതമിന് അമ്മയുടെ കൈയും പിടിച്ച് ആ വീടിന്റെ പടിയിറങ്ങേണ്ടി വന്നു. അവനോർത്തു, അവസാനമായി ആ വീടിന്റെ പടിയിറങ്ങി അന്ന് പടിപ്പുര വരെ വന്ന് തന്നെ പുറകെ വിളിച്ച വേദികയുടെ മുഖം. അവളുടെ നിറകണ്ണുകൾ മനസ്സിൽ നിന്നും മായുന്നില്ല. ആ വീട് വിട്ടിറങ്ങുമ്പോൾ വെറും PG സർട്ടിഫിക്കറ്റ് മാത്രമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള ഓട്ടപ്പാസിലായിരുന്നു. സിവിൽ സർവീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ IPS തിരഞ്ഞെടുത്തു. അമ്മാവന്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കാനുള്ള വാശിയായിരുന്നു. കാൽ കാശിന് ഗതിയില്ലാത്ത ഒരുത്തിന് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു തരില്ല എന്ന അമ്മാവന്റെ വാക്കുകൾ ഇന്നും തന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ആ വാക്കുകളിൽ നിന്നുള്ള രോഷം ഉൾക്കൊണ്ടാണ് താൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ഇന്ന് കാൽക്കാശിന് ഗതിയില്ലാത്ത ഗൗതമല്ല താൻ. ഗൗതം മേനോൻ IPS, സിറ്റി പോലീസ് കമ്മീഷണർ. പിന്നീട് അറിഞ്ഞു വേദിക്കും സിവിൽ സർവീസ് കിട്ടിയെന്ന്. IAS ആണ് തെരഞ്ഞെടുത്ത്. കഥാകാരിയുമായി. പണ്ടേ അവൾ നന്നായിട്ട് എഴുതുമായിരുന്നു. മാധവിക്കുട്ടി എന്ന് വിളിച്ച് അവളെ താൻ കളിയാക്കുമായിരുന്നു. ഇപ്പം അവാർഡും കിട്ടിയിരിക്കുന്നു. അവളെ ഒന്ന് കാണാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു. സർ ഇറങ്ങുന്നില്ലേ? ഓഫീസെത്തി, ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് അവൻ ഭൂതകാലത്തിൽ നിന്ന് ഉണർന്നത്. ക്യാബിനിൽ പോയിരുന്നിട്ടും ഗൗത അസ്വസ്ഥനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫാക്സ് വന്നു. നാളെ പുതിയ കളക്ടർ ചാർജ് എടുക്കുന്നു. വേദിക മേനോൻ IAS. ആ പേര് ഗൗതമിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ തന്നെ നാളെ വേദിക കളക്ടറായിട്ട് ചുമതലയേൽക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞു. അവർക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണാലോ. അവരൊരു ദീർഘനിശ്വാസം മുതിർത്തു. പിറ്റേന്ന് രാവിലെ കമ്മീഷൻ ഓഫീസിലെത്തിയിട്ട് ഉടനെ തന്നെ ഗൗതം കളക്ടറേറ്റിലേക്ക് പോയി പുതിയ കളക്ടറെ മീറ്റ് ചെയ്യാൻ. കളക്ടറുടെ റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്തെന്നറിയാത്തൊരു വിറയൽ അയാൾക്ക് അനുഭവപ്പെട്ടു. ഗൗതമിനെ കണ്ടതും വേദിക പറഞ്ഞു, വരണം കമ്മീഷണർ സർ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഇരിക്കൂ. അവരയാളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. വേദികയെ നിരീക്ഷിക്കുകയായിരുന്നു ഗൗതം. ഒരു മാറ്റവും ഇല്ല, കണ്ണട വെച്ചു എന്ന് മാത്രം. പണ്ടത്തേതിനേക്കാൾ സുന്ദരിയായിരിക്കുന്നത് പോലെ തോന്നിയ അയാൾക്ക് കരിനീല നയനങ്ങളിൽ ആ ആകർഷണത്വം ഇപ്പോഴുമുണ്ട്. തികച്ച ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് ഗൗതം പോവാനായി വാതിൽ തുറന്നപ്പോൾ പുറകിൽ നിന്നൊരു വിളി, ഉണ്ണിയേട്ടാ. ഒരു നിമിഷം തരിച്ചു നിന്നുപോയി ഗൗതം. അതെ, ആ പഴയ വിളി. അയാൾ അവളെ തിരിഞ്ഞു നോക്കി. അമ്മായി, സുഖമായിട്ടിരിക്കുന്നു, അയാൾ മറുപടി പറഞ്ഞു. എന്നിട്ട് മെല്ലെ അവിടെ നിന്നിറങ്ങി. പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം വേദിക ഗൗതമിന്റെ വീട്ടിൽ വന്ന് രാധാദേവിയെ കണ്ടിട്ട് പോയി. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗൗതം ഒരു ഞായറാഴ്ച വേദിയെ കാണാനായി അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി. നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദിക അന്ന് ഏറെ സന്തോഷവതിയായിരുന്നു. താൻ കഴിഞ്ഞ 7 വർഷം കാത്തിരുന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. പുറത്ത് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അവിടെ ഹൃദയമിടിപ്പ് കൂടി. അതെ, ആ നിമിഷം ഇവിടെ സമാഗതമാവാൻ പോകുന്നു. കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുന്നു. അവൾ തൻ്റെ താലി കാണത്തക്ക രീതിയിൽ സാരിയുടെ പുറത്തേക്കിട്ടു. നെറ്റിയിൽ സിന്ദൂരം തൊട്ടു. എന്നിട്ട് മെല്ലെ പോയി വാതിൽ തുറന്നു. വാതിൽക്കൽ തന്നെ ഗൗതം നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ഗൗതം സ്തബ്ധനായിപ്പോയി. കഴുത്തിൽ താലി, നെറ്റിയിൽ സിന്ദൂരം. അതിനർത്ഥം വേദിക വിവാഹിതയായിരിക്കുന്നു. വേദിക ഗൗതമിനകത്തേക്ക് ക്ഷണിച്ചിരുത്തി. കുടിക്കാൻ വെള്ളം നൽകി. ഹസ്ബൻഡ്? ഗൗതം ചോദിച്ചു. സിവിൽ സർവീസിൽ തന്നെയാണ്, ഡൽഹിയിലാപ്പോ. അവൾ മറുപടി പറഞ്ഞു. ഉണ്ണിയേട്ടൻ്റെ വൈഫ്? ഞാൻ മാരീഡല്ല. എന്തുപറ്റി? ആരെങ്കിലും കാത്തിരിക്കുകയാണോ? അവളുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ വരുന്നു. മറുപടി പറയാതെ പുഞ്ചിരിച്ചുകൊണ്ടാൾ എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. പക്ഷേ വേദികക്ക് ഗൗതമിനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു.
എന്താ കമ്മീഷണർ സർ, താങ്കളുടെ നയനങ്ങളിൽ പ്രണയ നൈരാശ്യമാണോ എഴുതിക്കുന്നത്? പ്രണയ നൈരാശ്യമൊന്നുമില്ല, ഹൃദയവേദനയാണ്. ഇതുവരെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒന്ന് നഷ്ടപ്പെടുത്തിയതിലുള്ള വേദന. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാറിൽ കയറി യാത്രയായി. എത്ര നിയന്ത്രിച്ചിട്ടും ഗൗതമിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വേദിക വിവാഹിതയായിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാനാവുന്നില്ല. അയാൾ പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർക്കാൻ തുടങ്ങി.